ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് വീടുകളിലൊക്കെ നമ്മുടെ വാഴക്കൊലയൊക്കെ മൂപ്പത്തുന്നതിന് മുൻപ് തന്നെ വീണ് പോകാറുണ്ട്. അങ്ങനെ വീണ് പോകുമ്പോൾ നമ്മുടെ അതിലുള്ള കായ്കളൊക്കെ മൂപ്പെത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള പച്ചക്കായ കൊണ്ടിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. മൂപ്പത്താത്ത പച്ചക്കായ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ മൂപ്പത്താത്ത കുറച്ച് കായ്കളാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 15 ചീരാമുളക് എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പച്ചക്കായ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ പച്ചക്കായ വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കായൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചീരാമുളക് ചേർത്ത് കൊടുക്കാം. ചീരാമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 ചീരാമുളകാണ് ചതച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതേ സമയം തന്നെ നമുക്ക് പാനിൽ തേങ്ങയൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില അതും ഇട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഡാർക്ക് കളറാവൊന്നും വേണ്ട, ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് തോരലിൽ ചേർക്കാനുള്ളതാണ്. ഇപ്പം ദാ ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ പാനിൽ തന്നെ വെച്ചിരുന്ന അതിൻ്റെ കളർ കൂടുതൽ ചേഞ്ച് ആയിട്ട് പോവും. ഇപ്പം ദാ നമ്മുടെ വാഴക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഈ വാഴക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. വാഴക്കയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതാണ്. ഇനി തേങ്ങ കൂടി ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ തോരൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പച്ചക്കായ മൂപ്പത്താത്ത പച്ചക്കായൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. കൂടുതൽ തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ല ഒരു വ്യത്യാസം വരുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വയ്ക്കാം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്